ആദിയെ നോക്കി തൊഴുതു പറയുന്ന കല്ലുവിനെ കണ്ട് ആദിയുടെ നെഞ്ചു നീറി. കല്ലു, മതിയടി, കുറേ ആയില്ലേ. ആദി അവൾ കരച്ചിൽ നിർത്തുന്നില്ലെന്ന് കണ്ട് പറഞ്ഞു. ഞാൻ എന്താടി നിന്നോട് പറയേണ്ടത്? നിനക്കിങ്ങനെ ഓരോന്ന് തീരുമാനിക്കും മുന്നേ എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഇങ്ങനെ ഒരു കല്യാണം നടത്തി എന്റെ പ്രണയം സ്വന്തമാക്കാൻ ഞാൻ ശ്രമിക്കുമെന്ന് നിനക്ക് തോന്നിയോ? അങ്ങനെയാണോ നീ എന്നെ കണ്ടത്? കല്ലു അവളെ പിടിച്ചു കുലുക്കി ചോദിച്ചു. ആദി ഒന്നും മിണ്ടാതെ തലകുനിച്ചു. ഡി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞതല്ലേ, ഇനി അത് പറഞ്ഞെന്തിനാ? നീ ഹാപ്പിയല്ലേ? നിന്റെയും രുക്കുവിന്റെയും ജീവിതം ഹാപ്പിയല്ലേ? അത് മതി. എനിക്കും ദേവേട്ടനും ഇപ്പോൾ ഉള്ള ജീവിതം സന്തോഷം തന്നെയാണ്. ഞങ്ങൾ കിട്ടിയ ജീവിതം സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ആരാടി പറഞ്ഞത് എനിക്ക് സന്തോഷമാണെന്ന്? നിങ്ങൾ രണ്ടും കൂടെ എനിക്ക് വാങ്ങിത്തന്ന ജീവിതം ഇന്ന് വരെ എന്നെ വേദനിപ്പിച്ചതല്ലാതെ ഒരു നുള്ളു സന്തോഷം തന്നിട്ടില്ല. ഈ താലി എന്റെ കഴുത്തിൽ ചാർത്തുമ്പോൾ തന്നെ പറഞ്ഞതാണ് ഇത് എനിക്കുള്ള കൊലക്കയറാണെന്ന്. അത് അതുപോലെ തന്നെ കൊണ്ടുപോവുക ആ മനുഷ്യൻ. അത്രയും പറഞ്ഞപ്പോൾ തന്നെ കല്ലു കരയാൻ തുടങ്ങി. ആദി ഞെട്ടി നിൽക്കുവാണ്. ഒരിക്കലും കല്ലുവിന്റെ ജീവിതം ഇങ്ങനെ ആകുമെന്ന് കരുതിയില്ല. കല്ലു, ആദി അവളെ ചേർത്ത് പിടിച്ചു. എന്റെ ഏട്ടൻ എന്റെ ജീവിതം സുരക്ഷിതമാവാൻ ചെയ്തതുപോലെ രുക്കുവിന്റെ ജീവിതം സേഫ് ആവാൻ വേണ്ടി അവളുടെ ഏട്ടനും എന്നെ കെട്ടി, അത്ര തന്നെ. കല്ലു ഇതുവരെ നടന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായി ആദിയോട് പറഞ്ഞു. ആദ്യ രാത്രി തലവഴി പാലൊഴിച്ചതു മുതൽ ലല്ലു തനു ആണെന്ന് കരുതി തന്നോട് കാണിച്ചതുവരെ എല്ലാം പറഞ്ഞു. ആദി ഒരു ഞെട്ടലോടെയാണ് എല്ലാം കേട്ടത്. ഇതൊക്കെ ദേവ അറിഞ്ഞാലുണ്ടാകുന്ന പ്രശ്നം, രുക്കുവിന്റെ ജീവിതം. കല്ലു അപ്പോഴും അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരച്ചിലായിരുന്നു. താനും ദേവേട്ടനും ഒരിക്കലെങ്കിലും അവളോട് ഒരു വാക്ക് ചോദിച്ചു തീരുമാനമെടുക്കേണ്ടതായിരുന്നു. പെട്ടെന്ന് ഡോറിൽ മുട്ടുകേട്ട് കല്ലു കണ്ണു തുടച്ചു. നീ പോയി ആരാന്ന് നോക്ക്, ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാം, കല്ലു പറഞ്ഞു. ആദി അവളെ ഒന്ന് നോക്കിയിട്ട് പോയി വാതിൽ തുറന്നു. മുന്നിൽ ഇളിക്ക് കൈയും കൊടുത്തു രൂക്ഷമായി നോക്കി നിൽക്കുന്ന ദേവുവിനെ കണ്ടു ആദി അമ്പരന്നു പോയി. നീ ഞെട്ടണ്ട, ഞാനാണ് വിളിച്ചു പറഞ്ഞത്. മൂവർ സംഘം സാധാരണ ഒരുമിച്ചാണല്ലോ, നന്ദൻ പറഞ്ഞു. ദേവുവിനെ അകത്തേക്ക് കയറ്റിയ ശേഷം ആദി വാതിലടച്ചു കുറ്റിയിട്ടു. ദേവു ചുറ്റും നോക്കുന്നുണ്ട് കല്ലുവിനെ. അവളെവിടെ? എന്നോട് പിണക്കമാണോ അവൾക്ക്? ദേവു ചോദിച്ചു. ഏയ്, എനിക്ക് നിന്നോട് പിണക്കമൊന്നുമില്ല. ഞാനൊന്ന് മുഖം കഴുകാൻ കയറിയതാണ്, ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന കല്ലു പറഞ്ഞു. എന്താടി, എന്തു പറ്റി? നിന്റെ മുഖം വല്ലാതെ ഇരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദേവു അവളുടെ കവളിൽ തൊട്ട് ചോദിച്ചു. അപ്പോഴേക്കും കല്ലുവിന്റെ കണ്ണ് നിറഞ്ഞു. അത് കണ്ടപ്പോൾ ദേവുവിന് ചെറിയ പേടി തോന്നി. എന്താടി, എന്തിനാ ഇവൾ കരയുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആദി അവളോട് കല്ലു പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞ് ദേവു കണ്ണു നിറച്ച് കല്ലുവിനെ നോക്കി. നിന്നോട് ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ കല്ലു, നമുക്ക് ഈ പ്രണയം വേണ്ടെന്ന്. ഇപ്പൊ ആർക്കെങ്കിലും ഒരു സന്തോഷമുണ്ടോ, സമാധാനമുണ്ടോ? നിന്നിൽ തുടങ്ങിയ പ്രണയം ശരിക്കും മുതലാക്കിയത് അവളാണ്, തരുണി. അവസരം നോക്കി അവൾ അവളുടെ കാര്യം കണ്ടു. ഇപ്പോൾ അവൾക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഒരു കൊച്ചുകൂടെ ആയാൽ അവരുടെ ജീവിതം സേഫ്. അപ്പൊ നീയോ? എന്നും ഇങ്ങനെ അങ്ങേരുടെ വീട്ടിൽ സഹിച്ചു കഴിയാനാണോ തീരുമാനം? ദേവു ചോദിച്ചു. കല്ലു അവളെ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ എന്ത് തീരുമാനമെടുത്താലും എന്റെ ഒപ്പം നിങ്ങൾ ഉണ്ടാകുവോ? ഇനിയും വയ്യടാ, ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് ആ മനുഷ്യൻ എന്ത് കാണിച്ചാലും ഒരല്പം പോലും വെറുപ്പോ ദേഷ്യമോ തോന്നുന്നില്ലടാ. ആ മനുഷ്യൻ അത്രയ്ക്ക് സ്നേഹിച്ച ഒരാളുടെ സ്ഥാനത്തേക്കാണ് ഞാൻ ഇടിച്ചു കയറി പോയത്. അപ്പോ പിന്നെ ഞാൻ അതൊക്കെ അനുഭവിക്കണം. പക്ഷേ ഇനിയും ഞാൻ അവിടെ നിന്നാൽ ചിലപ്പോൾ ആ മനുഷ്യൻ സഹതാപത്തിന്റെ പുറത്ത് എന്നെ ചിലപ്പോൾ സ്നേഹിക്കും. എനിക്കത് വേണ്ടടോ. ഞാനായി ഇടിച്ചു കയറി പോയത് കൊണ്ട് ഞാനായി തന്നെ ആ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു, കല്ലു ഗൗരവത്തിൽ പറഞ്ഞു. ആദിയും ദേവും അവളെ പോയി ചുറ്റിപ്പിടിച്ചു. കല്ലു അവരെയും ചേർത്ത് പിടിച്ചു. ഈ കാര്യത്തിൽ നീ എന്തു തന്നെ തീരുമാനിച്ചാലും നിന്റെ കൂടെ ആര് നിന്നില്ലെങ്കിലും ഞങ്ങളുണ്ടാകും കല്ലു. ഇനി നീ തെറ്റായ ഒരു തീരുമാനമെടുക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, കല്ലുവിനെ ചേർത്ത് പിടിച്ചു അവർ പറഞ്ഞു. അത് കേൾക്കെ കല്ലുവിന്റെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. അപ്പോ തൽക്കാലം ദുഃഖങ്ങളൊക്കെ ഇറക്കി വെച്ച് നമുക്ക് ഇന്നിവിടെ കിടക്കാം. ഞാൻ വീട്ടിൽ വിളിച്ചു പറയട്ടെ? ദേവു അതും പറഞ്ഞ് ആദിയുടെ ഫോൺ എടുത്തു. ആദിയുടെ ഫോണിൽ നിന്ന് തന്നെ ലല്ലുവിനെ വിളിച്ചു. ലല്ലു കോവിലകത്ത് എത്തിയപ്പോൾ തന്നെ എല്ലാവരും കല്ലുവിനെ തിരക്കി. ലല്ലു ആദ്യം കരുതിയത് അവൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാകുമെന്നാണ്. പിന്നെ അവൾ പറഞ്ഞ അതേ കള്ളം തന്നെ പറഞ്ഞു. അവൾക്ക് തലവേദനയാണ്, അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് അവൾ ഇവിടെ കുറച്ചു ദിവസം നിൽക്കാൻ വരുമെന്ന്. ആ കുട്ടിക്ക് തലവേദന വന്നാൽ പിന്നെ നോക്കണ്ട, മോള് റെസ്റ്റ് എടുത്തോട്ടെ, മുത്തശ്ശൻ പറഞ്ഞു. അല്ല, മോള് മാത്രം അവിടെ? ഹേമ ലല്ലുവിനെ നോക്കി ചോദിച്ചു. ഞാൻ കുറച്ചു കഴിഞ്ഞ് ഇറങ്ങും അങ്ങോട്ട്, ലല്ലു പറഞ്ഞു. ഏട്ടാ? അവനെ കണ്ടതും ഓടി അവന്റെ അടുത്തേക്ക് വന്നു. ലല്ലു അവളെ ചേർത്ത് പിടിച്ചു നെറ്റിയിൽ മുത്തി. സൂര്യ വന്നില്ലേ മോളെ? ലല്ലു അവളെ ചേർത്ത് പിടിച്ചു അകത്തേക്ക് കയറി ചോദിച്ചു.
ഇല്ല, ദേവേട്ടൻ ചിലപ്പോൾ വരാൻ വൈകും. നാളെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. ലല്ലു തലയാട്ടി. എല്ലാവരും ഓരോന്നൊക്കെ സംസാരിച്ചിരിപ്പുണ്ട്. ലല്ലു അവരുടെ ഒപ്പം ഇരിപ്പുണ്ട്. പക്ഷേ അവന്റെ മനസ്സിൽ കല്ലു എവിടെയെന്നുള്ള ചോദ്യം തന്നെയായിരുന്നു. പെട്ടെന്ന് ലല്ലുവിന്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. പരിചയമില്ലാത്ത നമ്പർ കണ്ട് ഒന്ന് സംശയിച്ചു നിന്നു. പിന്നെ ഫോൺ എടുത്ത് പുറത്തേക്കിറങ്ങി. ഹലോ. അവന്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം കേട്ടതും കല്ലു ഒന്ന് ഞെട്ടി. ഹലോ, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. കല്ലുവിന്റെ ശബ്ദമാണെന്ന് ലല്ലുവിന് പെട്ടെന്ന് മനസ്സിലായി. നീ എവിടെയാ? ലല്ലു ഗൗരവത്തിൽ ചോദിച്ചു. ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലുണ്ട്. ഞാൻ ഇനി അങ്ങോട്ടില്ല. അത് പറയാനാണ് വിളിച്ചത്, കല്ലു പറഞ്ഞു. അതെന്താ നീ വരാത്തത്? ഞാൻ തല്ലിയതിന്റെ പേരിലാണ് ഈ ഇറങ്ങിപ്പോക്കെങ്കിൽ വേണ്ട. പെട്ടെന്ന് നിന്റെ സംസാരം കേട്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. അല്ലാതെ വേണമെന്ന് വെച്ച് തല്ലിയതല്ല. സോറി. നീ ആരുടെ വീട്ടിലാണെന്ന് പറയ്, ഞാൻ അങ്ങോട്ട് വരാൻ വിളിക്കാൻ, ലല്ലു പറഞ്ഞു. അവന്റെ ശബ്ദം നേർത്തു. കല്ലുവിനൊരു ചെറിയ സന്തോഷം ഉള്ളിൽ തോന്നിയെങ്കിലും അതിനധികം ആയുസില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. നീ കേൾക്കുന്നില്ലേ? അവളുടെ ശബ്ദം കേൾക്കാതെ ആയപ്പോൾ അവൻ ചോദിച്ചു. ആ, കേൾക്കുന്നുണ്ട്. തൽക്കാലം നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. ഞാൻ നിങ്ങളോട് പിണങ്ങി വന്ന് നിൽക്കുന്നതൊന്നുമല്ല. ഒരുപാട് നാളായി ഞാൻ അവരുടെ ഒപ്പം നിന്നിട്ട്. പിന്നെ ഇന്ന് വീട്ടിൽ വേറെ ആരുമില്ലല്ലോ. ഞാൻ നാളെ കോളേജിൽ പോയിട്ട് വരും, കല്ലു പറഞ്ഞു. നിന്നോട് ആരാ പറഞ്ഞത് വീട്ടിൽ ആരുമില്ലെന്ന്? ഞാനുണ്ട് വീട്ടിൽ. നീ വെറുതെ വാശി കാണിക്കാതെ വാ, ലല്ലു പറഞ്ഞു. ഞാൻ വാശി കാണിച്ചതല്ല. ശരി, ഞാൻ ഫോൺ വയ്ക്കുക. പിന്നെ വീട്ടിൽ പോയി വെറുതെ ഇരിക്കുകയാണെങ്കിൽ തനിച്ചേച്ചിയുടെ ഡയറി നിങ്ങളുടെ ബെഡിന്റെ അടിയിൽ നിന്ന് എനിക്ക് കിട്ടി. അതിൽ കുറച്ച് ഞാൻ വായിച്ചു. ഇനി നിങ്ങൾ വായിച്ചിരിക്കുക. എന്നോട് സംസാരിച്ച് വെറുതെ എന്നോടുള്ള വെറുപ്പ് കൂട്ടുന്നതിലും നല്ലത് അതാ. ശരിയപ്പോ, അവൻ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ കല്ലു വേഗം കോൾ കട്ടാക്കി. ലല്ലുവിന് മനസ്സിന് ഒരാശ്വാസം തോന്നി. അവൾ എവിടെയാണെങ്കിലും സേഫ് ആണെന്ന് അറിഞ്ഞതിൽ. പിന്നെ കുറച്ചു സമയം കൂടെ അവിടെ നിന്നിട്ട് ലല്ലു വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി കുറച്ചു സമയം TV കണ്ടിരുന്നു. കല്ലുവിനെ ആ നമ്പറിൽ വിളിക്കാൻ തോന്നിയെങ്കിലും പിന്നെ വേണ്ടെന്ന് വെച്ചു. റൂമിലെത്തി ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി കിടക്കാൻ തുടങ്ങുമ്പോഴാണ് ഡയറിയുടെ കാര്യം ഓർമ്മ വന്നത്. പിന്നെ ലല്ലു ബെഡിന്റെ അടിയിൽ നിന്ന് കല്ലു പറഞ്ഞതുപോലെ ഡയറി എടുത്തു വായിക്കാൻ തുടങ്ങി. ആദ്യത്തെ കുറേ പേജുകളിൽ അവൾ അവനെക്കുറിച്ചും അച്ഛനമ്മമാരെക്കുറിച്ചും അവളുടെ കുട്ടിക്കാലം, സ്കൂൾ ജീവിതം, കോളേജ് ജീവിതം, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ അവൾ ഓഫീസിലെത്തിയതും തന്നെ കണ്ടതും പിന്നെ തങ്ങളുടെ പ്രണയകാലവും വളരെ മനോഹരമായി അതിലെഴുതിയിട്ടുണ്ട്. ഓരോന്ന് വായിക്കവേ ലല്ലുവിന്റെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി തെളിഞ്ഞു. അവസാനം വായിച്ചു വന്നപ്പോൾ അതിലെ ഓരോ വരികളും വായിക്കെ ലല്ലുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. പിന്നെ ആ കണ്ണുകളിൽ ഞെട്ടലായി. ഒടുവിൽ അവന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. ലല്ലു കണ്ണുകൾ അടച്ചു ബെഡിൽ കുറച്ചു സമയം മിണ്ടാതെയിരുന്നു. അവന്റെ മനസ്സിൽ തനു ആ നിമിഷം അനുഭവിച്ച മാനസിക സംഘർഷം, അവളുടെ വേദനകളൊക്കെ ഒരു സ്ക്രീനിൽ എന്ന പോലെ തെളിഞ്ഞു വന്നു. തന്റെ സ്വന്തം അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുക? ഛേ, അതും കാശിന് വേണ്ടി, അവൻ സ്വയം പറഞ്ഞു മുടിയിൽ പിടിച്ചു വലിക്കാൻ തുടങ്ങി. ലല്ലു അലറി വിളിച്ചു അവിടെ ഇരുന്നു. ആ രാത്രി മുഴുവൻ ലല്ലു അതേ ഇരിപ്പ് തന്നെയായിരുന്നു. കല്ലു മനസ്സിൽ ഉറച്ച ചില തീരുമാനങ്ങൾ എടുത്തു. ഒരുപാട് നാളിന് ശേഷം അല്പം സന്തോഷത്തോടെ അവളുടെ ആത്മമിത്രങ്ങളെ ചേർത്ത് പിടിച്ച് ഉറങ്ങി. രാത്രി ദേവൻ ഒരുപാട് വൈകിയാണ് വന്നത്. അവൻ വരുമ്പോൾ എല്ലാവരും കിടക്കാൻ തുടങ്ങിയിരുന്നു. എന്താ ദേവ, ഇത് ഇത്രയും നേരം? നിനക്ക് ഓഫീസിൽ എന്തായിരുന്നു പരിപാടി? ഇവരൊക്കെ സന്ധ്യയ്ക്ക് വന്നതാണ്, അറിയോ നിനക്ക്? ദേവ കയറി വന്നത് മഹി ദേഷ്യത്തിൽ ചോദിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് പോയി. ദേവ എല്ലാവരെയും നോക്കി. പിന്നെ സച്ചിയുടെ അടുത്തേക്ക് പോയി. സോറി അങ്കിൾ, ഒരു ക്ലയന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, കഴിഞ്ഞു ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. പിന്നെ ഫോൺ കാറിലായിരുന്നു, അതാ കോൾ വന്നതൊന്നും അറിയാത്തത്, അവൻ സൗമ്യമായി പറഞ്ഞത് കേട്ട് എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു. അത് കുഴപ്പമില്ല, സച്ചിയേട്ടനും ബിസിനസ് എന്ന് പറഞ്ഞ് രാപ്പകലില്ലാതെ ഓടി നടന്നിട്ടുണ്ട്. മോൻ പോയി ഫ്രഷായി വല്ലതും കഴിക്ക്, ഹേമ പറഞ്ഞതും ദേവയ്ക്ക് കുറച്ച് ആശ്വാസം തോന്നി. കഴിക്കാൻ എടുത്തു വെക്കട്ടെ ദേവേട്ട? രുക്കു വേഗം ചോദിച്ചു. അവൻ അവളെ ഒന്ന് നോക്കി. എന്തോ അവളുടെ മുഖത്ത് നോക്കുമ്പോൾ താൻ എന്തോ വലിയ അപരാധം ചെയ്ത പോലെ തോന്നി അവന്. ദേവേട്ട, അവൾ വീണ്ടും വിളിച്ചതും അവൻ ചമ്മലോടെ എല്ലാവരെയും നോക്കി. ഞാൻ കഴിച്ചിട്ടാ വന്നത്, എനിക്കൊന്നും വേണ്ട. ദേവ അത്രയും പറഞ്ഞ് മുറിയിലേക്ക് കയറിപ്പോയി. രുക്കു പിന്നെ എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞ് അവനു പിന്നാലെ മുറിയിലേക്ക് പോയി. ദേവ ബെഡിൽ തന്നെ തലയിൽ കൈതാങ്ങി ഇരിപ്പുണ്ട്. രുക്കു ഡോർ അടച്ചു കുറ്റിയിട്ടതും അവൻ മുഖമുയർത്തി അവളെ നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നേ? അവൻ തന്നെ ആദ്യമായി കാണുന്ന പോലെ നോക്കുന്നത് കണ്ട് അവൾ ചോദിച്ചു. ദേവ എണീറ്റ് അവളുടെ അടുത്തേക്ക് പോയി. അവളുടെ ചുമലിൽ കൈവച്ച് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. നീ ശരിക്കും പ്രഗ്നന്റ് ആണോ? അതോ ഡോക്ടറിനോട് അങ്ങനെ പറഞ്ഞതാണോ? രുക്കു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അവൻ വളരെ ശാന്തമായാണ് ചോദിക്കുന്നത്. സത്യമാണ്, ഞാൻ പ്രഗ്നന്റ് ആണ്, അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ദേവയുടെ കണ്ണ് നിറഞ്ഞു.
പെട്ടെന്ന് അവൻ അവളെ ഒന്നുകൂടെ നോക്കിയിട്ട് മുറുകെ കെട്ടിപ്പിടിച്ചു. രുക്കു ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു നീക്കമായതുകൊണ്ട് അവൾ തറഞ്ഞു നിന്നുപോയി. എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ പിന്നെ അവനെ തിരികെ മുറുകെ കെട്ടിപ്പിടിച്ചു. സോറി സോറി, അന്ന് നീ എത്രയൊക്കെ പറഞ്ഞിട്ടും ഞാനൊന്നും വിശ്വസിച്ചില്ല. റിയലി സോറി. ഞാൻ ഒരിക്കലും അറിഞ്ഞോണ്ട് ദേവ പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ അവൾ തടഞ്ഞു. വേണ്ട വേണ്ട ദേവേട്ടാ, നിങ്ങൾ എന്നോട് ക്ഷമ ചോദിക്കരുത്. നിങ്ങൾ എൻ്റെ ഭർത്താവാണ്. നിങ്ങൾക്ക് എന്നിൽ അവകാശമുള്ളൂ. ഒരു തെറ്റിലൂടെയാണെങ്കിലും നിങ്ങൾ എന്നെ മനസ്സിലാക്കിയല്ലോ, എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അത് അത് മതി എനിക്ക്. അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി കരഞ്ഞുകൊണ്ട് രുക്കു പറഞ്ഞു. ദേവ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവന്റെ ഉള്ളിൽ കുറ്റബോധം അലതല്ലുന്നുണ്ടായിരുന്നു. തെറ്റ് ചെയ്യാത്തവനിൽ കുറ്റബോധം ഉള്ളിൽ നീറി നീറി പുകയുമ്പോൾ തെറ്റ് ചെയ്തവൾക്ക് കുറ്റബോധത്തിന്റെ ലാഞ്ചന പോലും ഇല്ലായിരുന്നു. കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ അവളുടെ തെറ്റുകൾ എത്ര ഇങ്ങനെ ഒളിഞ്ഞിരിക്കുമെന്നത് ഇനിയും അറിയില്ല. ആ രാത്രി രുക്കു ദേവിന്റെ നെഞ്ചിന്റെ ചൂടേറ്റു മയങ്ങി. അവന്റെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ രുക്കുവിന്റെ അച്ഛനും അമ്മയും ഒക്കെ പോകാനിറങ്ങി. പിന്നാലെ തന്നെ ദേവനും രുക്കുവും ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി. കല്ലു രാവിലെ ആദിയുടെയും ദേവുവിന്റെയും ഒപ്പം കോളേജിലേക്ക് ഇറങ്ങി. ലല്ലു നേരം പുലർന്നപ്പോൾ മുതൽ ഉമ്മറത്ത് തന്നെ ഇരിപ്പുണ്ട്. അവന്റെ കയ്യിൽ ഒരു പൊതിക്കെട്ടും തൊട്ടടുത്ത് ഒരു ഇരുമ്പ് കമ്പിയും എടുത്തു വച്ചിട്ടുണ്ട്. അവന്റെ മുഖം ശാന്തമാണ്. ലല്ലു ഇരിപ്പ് തുടങ്ങിയിട്ട് സമയം ഒരുപാടായി. അവന്റെ ഫോൺ അടുത്തിരുന്ന് റിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ അതെടുത്ത് നോക്കാൻ പോയില്ല. അവന്റെ കണ്ണ് മുഴുവൻ ഗേറ്റിന്റെ അടുത്തേക്കായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഒരു കാർ അകത്തേക്ക് വരുന്നത് അവൻ കണ്ടു. ലല്ലുവിന്റെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞ ഒരു പുഞ്ചിരി വിരിഞ്ഞു. മുത്തശ്ശനും മുത്തശ്ശിയും ഖേമയും മാലുവും മാളുവും പുറത്തേക്കിറങ്ങി. തൊട്ടു പിന്നാലെ മറ്റൊരു കാർ വന്നു. അതിൽ നിന്ന് ആദ്യം ലല്ലുവിന്റെ ഇളയച്ചൻ ഇറങ്ങി, പിന്നാലെ ഇളയമ്മയും. അതിന് പിന്നാലെ സച്ചി ഇറങ്ങി. അവനെ കണ്ടതും ലല്ലുവിന്റെ മുഖം മാറി. നീ എന്താ ലല്ലു, യൂണിഫോമൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നേ? പോകുന്നില്ലേ? മോളെവിടെ? ഹേമ ചോദിച്ചു അവന്റെ അടുത്തേക്ക് വന്നു. അവൾ കോളേജിൽ പോയി. ഞാനൊരു പ്രതിയെ പ്രതീക്ഷിച്ചാ ഇവിടെ ഇരുന്നത്, അവൻ ചിരിയോടെ പറഞ്ഞു. പ്രതിയെ പ്രതീക്ഷിച്ചോ? എന്താടാ മോനെ നിനക്ക് പറ്റിയേ? മുത്തശ്ശൻ ചോദിച്ചു. ലല്ലു പുഞ്ചിരിച്ചുകൊണ്ട് എണീറ്റു. മുത്തശ്ശ, ഞാൻ ഇതുവരെ കല്ലുവിനെ ഒരു ഭാര്യയായി അംഗീകരിച്ചിട്ടില്ല. അതിനൊരു തടസ്സമുണ്ടായിരുന്നു, എന്റെ തനുവിന്റെ വേർപാട്. അതിന് ഇന്നൊരു അവസാനമുണ്ട്. അതിന് മാത്രമല്ല, എല്ലാത്തിനും ഇന്ന് അവസാനമാണ്. ലല്ലു കുറച്ച് കടുപ്പിച്ചു പറഞ്ഞു. സച്ചി ലല്ലുവിനെ നോക്കി. അവൻ എന്തോ അർത്ഥം വെച്ചാണ് പറയുന്നത് എന്ന് അവന് മനസ്സിലായി. നീ എന്താ ലല്ലു അങ്ങും ഇങ്ങും തൊടാതെ പറയുന്നേ? മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ പറയും, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഇളയച്ചൻ പറഞ്ഞു. ഞാൻ പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാകാതെയുള്ളൂ. മറ്റു ചിലർ പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാം മനസ്സിലാകും. ലല്ലു പറഞ്ഞു തീർന്നതും ഒരു കാർ മുറ്റത്തേക്ക് വന്നു. ഇനി പറയേണ്ടതൊക്കെ ആ വരുന്ന ആള് പറയും. ലല്ലു അതും പറഞ്ഞ് മുറ്റത്തേക്കിറങ്ങി. പിന്നാലെ എല്ലാവരും കാറിൽ ആരാ വന്നത് എന്ന ആകാംക്ഷയിൽ നോക്കി.